Hi everyone, welcome back to Chinnus Taste Buds. ഇന്ന് ഞാൻ പിസ്ത പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ചൂട് സമയത്ത് കഴിക്കാനും അതേപോലെ ഇഫ്താറിനും ഒക്കെ വളരെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് റെസിപ്പിയാണിത്. അപ്പോൾ എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് പിസ്ത പുഡിങ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ബെൽ ഐക്കണിൽ ഓൾ എന്നുകൂടെ ക്ലിക്ക് ചെയ്യണം. ഇനി നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 10 ഗ്രാം ചൈന ഗ്രാസിൻ്റെ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചൈന ഗ്രാസ് നമുക്കൊന്ന് ചെറിയ പീസാക്കിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടിതൊരു അരമണിക്കൂർ വരെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് സോക്ക് ചെയ്യാൻ മാറ്റി വെക്കണം. ഞാനിതിലേക്കിപ്പോൾ 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് 240 ml ഒരു കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് മാറ്റി വെക്കണം. നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടണം ഇത്. അപ്പോൾ ഇത് തൽക്കാലത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് 1 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കാം. ഈ പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം. പാൽപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കുറച്ചുകൂടെ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് പാൽപ്പൊടിയും കൂടെ ചേർക്കുന്നത്. അപ്പോൾ നല്ലൊരു ക്രീമി ടേസ്റ്റ് ആയിരിക്കുള്ളൂ. പിന്നെ ഇതിലേക്കൊരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവും ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കാം. ഇതിപ്പോൾ ഒരു കറക്റ്റ് പാകത്തിനുള്ള മധുരം ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാവുന്നതാണ്. ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇത് ഞാൻ പുറത്താണ് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടില്ല. ആദ്യമേ ഇത് നന്നായിട്ടൊന്ന് ഈ പാൽപ്പൊടിയും പഞ്ചസാരയും പാലും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഗ്യാസ് സ്റ്റൗവിൽ വെക്കാനായിട്ട്. ഇനി ഇതൊന്ന് സ്റ്റൗവിൽ വെച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് പാൽപ്പൊടി ഇപ്പോൾ നന്നായിട്ട് മിക്സായിട്ടില്ലെങ്കിലും പാൽ തിളച്ച് വരുമ്പോഴേക്കും നന്നായിട്ട് യോജിച്ച് വന്നോളൂ. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ പാൽ തിളച്ച് പൊങ്ങി വരാനായിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ മിൽക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, പാലൂദയുടെ. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്, അതുകൂടെ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം. ഇനി നമുക്ക് ആ സമയത്തിനുള്ളിൽ നമ്മുടെ ചൈന ഗ്രാസ് സോക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇതൊന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഈ ചൈന ഗ്രാസ് മുഴുവനും അലിഞ്ഞ് ചേരണം. അപ്പോൾ ഇതിനു മുമ്പ് പാലൂദയുടെ റെസിപ്പിയിൽ മിക്കവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, പാലും ചൈന ഗ്രാസും കൂടെ മിക്സ് ചെയ്യുമ്പോൾ പാല് പിരിഞ്ഞു പോകുന്നെന്നുള്ളൊരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മിക്കവർക്കും ചൂട് പാലിലേക്ക്, നല്ല തിളച്ച പാലിലേക്ക് ചൈന ഗ്രാസും കൂടെ ഒഴിക്കുമ്പോഴാണ് പിരിഞ്ഞു പോകുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പാൽ ഒരുവിധം ചൂടാറിയതിന് ശേഷം വേണം ചൈന ഗ്രാസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് നന്നായിട്ട് മെൽറ്റായി കിട്ടണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ ചൈന ഗ്രാസ് ചൂടോടുകൂടി തന്നെ, തിളച്ച ചൂടോടുകൂടി തന്നെ വേണം ചെറിയ ചൂടുള്ള പാലിലേക്ക് ഈ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് ഈ ചൈന ഗ്രാസ് ഒഴിക്കുന്നതിന് കൂടെ തന്നെ പാലും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ പാലിന് ചെറിയ ചൂടേ പാടുള്ളൂ. നല്ല തിളച്ച പാലിലേക്ക് ഒരിക്കലും ചൈന ഗ്രാസ് മിക്സ് ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ ഇതിനു മുമ്പ് പാലൂദയുടെ റെസിപ്പിയിൽ ഞാൻ പാലും ചൈന ഗ്രാസും കൂടി ഒരുമിച്ചിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അതോടെ ഒന്ന് കണ്ടു നോക്കാം. അതും കുറച്ചുകൂടെ നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് പാലൂദ. അപ്പോൾ ഇതിന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ചൈന ഗ്രാസിൻ്റെ ചെറിയ ചെറിയ തരികളുണ്ടാകും. അപ്പോൾ അതൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടി നന്നായിട്ട് എല്ലാ ഭാഗവും മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാനിവിടെ പിസ്ത മിക്സാണ് ചേർക്കുന്നത്. ആ ഒരു ഫ്ലേവറിനും കളറിനും വേണ്ടി പിസ്ത മിക്സ് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. ഇത് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണോളം പിസ്ത മിക്സ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ ചൂട് പാലിലേക്ക് നല്ല തിളച്ച ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ പുഡിങ് സെറ്റായി കിട്ടും.
അല്ലാതെ തിളച്ച പാലിലേക്ക് ഒരിക്കലും ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കരുത്. എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് അരിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിലപ്പോൾ ചൈന ഗ്രാസ് മെൽറ്റ് ആവാത്തത് ഉണ്ടെങ്കിൽ അരിച്ച് മാറ്റുമ്പോൾ അതും അങ്ങോട്ട് പോയിക്കോളും. ഇപ്പോൾ ഒരുപാട് മെൽറ്റ് ആവാതൊന്നും ഇല്ല, കുറച്ചൊരു ചെറിയ തരികളുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് അരിച്ച് മാറ്റിയെടുക്കാം. അപ്പോൾ അങ്ങനെയും കൂടി ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ചൈന ഗ്രാസ് പുഡിങ് തയ്യാറായി കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ തന്നെ കുറച്ച് കസ്കസ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കസ്കസും ഈ ചൂട് സമയത്ത് കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണിത്. അതുപോലെ നോമ്പ് തുറന്നതിന് ശേഷമൊക്കെ ആണെങ്കിലും കസ്കസ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഇത് നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാനുള്ള ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബൗളിലേക്ക് ഒഴിക്കുമ്പോഴും ചൂടോടുകൂടി തന്നെ, ചെറിയ ചൂടോടുകൂടി തന്നെ വേണം ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഞാനിവിടെ ഗ്ലാസ് ബൗളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുമിച്ച് ഒഴിക്കുന്നതിനേക്കാളും ഗ്ലാസ് ബൗളിലേക്ക് ഒഴിക്കുമ്പോൾ ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ബൗൾ പൊട്ടിപ്പോവും ചൂടുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങൾ സ്റ്റീലിൻ്റെ ബൗളിലാണ് ഒഴിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല, ചൂടോടുകൂടി തന്നെ നമുക്ക് ഒഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനി ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യണം. പിന്നെ ഇതിൽ ചിലപ്പോൾ ഇങ്ങനെ എയർ ബബിൾസ് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുത്താൽ ബബിൾസ് എല്ലാം പോയി കിട്ടുന്നതാണ്. അപ്പോൾ അത് ബബിൾസ് അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ പുഡിങ് അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ആ ബബിൾസൊക്കെ ഒന്ന് സ്പൂണിൻ്റെ ബാക്ക് സൈഡ് കൊണ്ടൊന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ പാലും ചൈന ഗ്രാസും സെപ്പറേറ്റ് ബോയിൽ ചെയ്തെടുക്കുന്നതിനേക്കാളും രണ്ടും ഒരുമിച്ച് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ മിൽക്ക് പുഡിങ് തയ്യാറായി കിട്ടും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ ഇതിനു മുമ്പുള്ള മിൽക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പിയിൽ കാണിച്ചിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർക്ക് അതുകൂടെ കാണാവുന്നതാണ്. അപ്പോൾ മിക്കവർക്കും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ബോയിൽ ചെയ്തിടുമ്പോൾ പാല് പിരിഞ്ഞു പോകുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണമെങ്കിൽ രണ്ടും ഒരുമിച്ചിട്ട് ബോയിൽ ചെയ്യാം. പക്ഷെ അതിൻ്റെ കറക്റ്റ് സ്റ്റെപ്പ് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് ചൂടാറുമ്പോൾ തന്നെ ഇത് സെറ്റായി വരുന്നതാണ്. ഇത് ചൂടാറിയിട്ടുണ്ട്, ഇത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിവിടെ കുറച്ച് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ഇതൊന്ന് നമ്മളുടെ ഇഷ്ടം അനുസരിച്ചൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഗാർണിഷിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്കിത് തണുപ്പിച്ച് സെർവ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് ചെറീസും കൂടെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് നട്ട്സും കൂടെ, കുറച്ച് കാഷ്യൂ നട്ട്സും പൊടിയായ അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ഗാർണിഷ് ചെയ്താൽ മതി. ഇനി അങ്ങനെ നട്ട്സൊന്നും ചേർക്കാതെ തന്നെ നമുക്കിത് കഴിക്കാവുന്നതാണ്. കുറച്ചുകൂടെ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടാൻ വേണ്ടി നമ്മളുടെ ആവശ്യമനുസരിച്ച് നട്ട്സും കൂടെ ചേർക്കാം. ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്യണം. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഫ്രീസറിൽ വെക്കരുത്, താഴെ വേണം വെക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ പിസ്ത പുഡിങ് തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.